ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റിൽ എപ്പോഴും വലിയൊരു മൊമെൻറ്റം ഉണ്ടാകുന്നതിന് മുന്നേ എപ്പോഴും ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ലോവർ ടൈം ഫ്രെയിമിലാണെങ്കിലും ഹയർ ടൈം ഫ്രെയിമിലാണെങ്കിലും മാർക്കറ്റിലൊരു ചെറിയൊരു ടൈം ഫ്രെയിമിലൊക്കെ വലിയൊരു സെല്ലിങ് കാണുന്നില്ലേ, വലിയൊരു ഇംബാലൻസ് ക്രിയേറ്റ് ആവുന്നതൊക്കെ. അതിന് തൊട്ട് മുൻപ് എപ്പോഴും നമുക്ക് മാർക്കറ്റിൽ ചെറിയ ചെറിയ ലിക്വിഡിറ്റി ട്രാപ്സ് കാണാനായിട്ട് പറ്റും. അതിലൊരു ലിക്വിഡിറ്റി ടൈപ്പിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ചാർട്ടിൽ എങ്ങനെയാണ് നോക്കിയെടുക്കേണ്ടതെന്നും നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലിലേക്ക് ഇതെങ്ങനെ ആഡ് ചെയ്യാം, ഇതിലെങ്ങനെയാണ് ഈ ചെറിയ എസ്സിൽ കൊടുത്തിട്ട് വലിയൊരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനും കൂടെ ശ്രമിക്കുക. മാർക്കറ്റിൽ പല ടൈപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. അതിലൊരു ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി, ഒരു സിംഗിൾ ക്യാൻ ലിക്വിഡിറ്റിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് കേട്ടോ. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി ട്രാപ്പിൻ്റെ ഒരു എക്സാമ്പിൾ ഈ ഒരു ചാർട്ടിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മദർ ആൻഡ് ബേബി ക്യാൻഡിൽ അല്ലെങ്കിൽ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ടൈപ്പോ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതൊരു നല്ലൊരു ലിക്വിഡിറ്റി ട്രാപ്പിൻ്റെ എക്സാമ്പിളാണ് ഈ ഒരു ചാർട്ടിൽ എടുത്തു വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്യാൻഡിലെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല, ലോയിനെയും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തപ്പോഴാണ് നല്ലൊരു സെല്ലിങ് നമുക്ക് ഡൗൺ സൈഡിലേക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ഇതെങ്ങനെ കണക്ട് ചെയ്തെടുക്കണം എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണെങ്കിൽ, മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ സൈഡിലേക്കാണെങ്കിൽ മാർക്കറ്റ് എപ്പോഴും ഒരു അപ്പ് സൈഡിലെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമായിരിക്കും ഡൗൺ സൈഡിലേക്ക് നല്ലൊരു മൊമെൻറ്റം നമുക്ക് തരുന്നത്. അതേപോലെ ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ പല ടൈപ്പ് ലിക്വിഡിറ്റി ഉണ്ട് കേട്ടോ. അതിനൊക്കെ പറ്റിയൊക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് ലെങ്ത് വളരെയധികം കൂടുതലായി പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് നേരെ ഈ ഒരു ചാർട്ടിലേക്ക് തന്നെ നോക്കാം. ഞാൻ 1-2 കാര്യങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ ഒരു സിംഗിൾ ക്യാൻഡിൽ ലിക്വിഡിറ്റി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ സൂം ചെയ്ത് കാണിച്ചു തരുവാണെങ്കിൽ ഇതൊരു സിംഗിൾ റെഡ് ക്യാൻഡിൽ, ഒരു സിംഗിൾ റെഡ് ക്യാൻഡിനുള്ളിൽ മാർക്കറ്റിൽ 1, 2, 3 ഒരു 2-3 ക്യാൻഡിൽ, ഈ 2-3 ക്യാൻഡിൽ വേണമെന്നില്ല, ഒരു സിംഗിൾ ക്യാൻഡിൽ നല്ലൊരു ഇമ്പൾസീവ് മൂവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഇംബാലൻസ് ഉള്ള നല്ലൊരു ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ 1-2 ക്യാൻഡിൽസ് ഫോം ആയാലും മതി. ഈ ഒരു പോയിന്റിനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിന്ന് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഇതുപോലത്തെ ഹ്യൂജ് ഇംബാലൻസ് നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ കാണാനായിട്ട് പറ്റും. ഇതൊരു ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റിയാണ്. മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു ബ്രേക്ക് ഔട്ട് പോയിന്റ് അല്ലേ, ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റ് ആണ്. അതേപോലെ നോക്കുകയാണെങ്കിൽ ആ ഒരു ക്യാൻഡിൽ ഇവിടെ സെല്ലേഴ്സ് ആണ് സ്ട്രോങ് ആയിട്ട് കാണുന്നത്. മാർക്കറ്റിൻ്റെ ട്രെൻഡും കൂടെ മൊത്തത്തിലൊന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പോയിന്റ് മുതൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. ട്രെൻഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്ലിയർലി ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഈ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഡൗൺ ട്രെൻഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ ഒരു രീതി തന്നെ പോരെ. നമ്മളെപ്പോഴും നോക്കുന്നത് എന്താണ്, മാർക്കറ്റ് ഒരു ഡയറക്ഷനിൽ നിന്ന് നെക്സ്റ്റ് ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ലിക്വിഡിറ്റി എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പോൾ അതേ രീതി നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ വെച്ച് ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് എടുക്കുന്നു, അതിനുശേഷം നല്ല ഹ്യൂജ് ഇംബാലൻസ് ഡൗൺ സൈഡിലേക്ക് തരുന്നത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു SL കൊടുക്കേണ്ടി വരില്ല, ചെറിയൊരു SL. ഇതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചാർട്ടിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഇതേ ഒരു കാര്യം കണക്ട് ചെയ്യുന്നതിന് മുന്നേ തൊട്ട് മുന്നത്തെ ചാർട്ടിലേക്ക് നോക്കിയാലും ഇവിടെ നിന്നാണെങ്കിലും നല്ലൊരു ക്യാൻഡിൽ അതേ രീതിയിൽ കാണുന്നുണ്ട്. ഒരു ഹ്യൂജ് സെല്ലിംഗ് ക്യാൻഡിൽ കാണുന്നു, അതിനുള്ളിൽ ബൈയിങ് ക്യാൻഡിൽസ് എല്ലാം വളരെയധികം വീക്കായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇതും നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ തന്നെയല്ലേ. ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂജ് ഒരു ഇംബാലൻസ് ബൈയിങ് സൈഡിലേക്കാലും സ്ട്രോങ് ആയിട്ടുള്ള 2 ക്യാൻഡിൽസ്, ഇവിടെ നിന്ന് ഇത്രയും ബൈയിങ് സൈഡാണ്, ബയ്യേഴ്സ് ഇത്രത്തോളം സ്ട്രോങ് പുഷ് ചെയ്തിട്ടാണ് പ്രൈസിന് മുകളിലോട്ട് കൊണ്ടുപോയത്. ആ ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് ആയപ്പോഴത്തേക്കും 1-2 ക്യാൻഡിൽ തന്നെ നല്ലൊരു സെല്ലിങ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു എൻട്രി സെറ്റപ്പിന് കറക്റ്റായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് ട്രാപ്പൊക്കെ നടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടൊക്കെ നടക്കുന്നതിന് മുന്നേ നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ട്രേഡേഴ്സ് എന്താക്കും, ഫസ്റ്റ് അതിനകത്ത് എൻട്രി ചെയ്തിട്ടുണ്ടാവും. സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ഒക്കെ നോക്കിയിട്ട് നേരത്തെ എൻട്രി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ വീക്കായിട്ടുള്ള സെല്ലേഴ്സിനെ അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ബയേഴ്സിനെ എല്ലാം എങ്ങനെയാണ് മാർക്കറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം സ്ട്രോങ് ആയിട്ട് പോകുന്നപ്പോൾ മനസ്സിലാവുന്നില്ല, ചാർട്ടിലേക്ക് മനസ്സിലാവുന്നില്ലേ. അപ്പോൾ ഈ രീതി നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് 2-3 എക്സാമ്പിൾ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ചാർട്ടിൽ തന്നെ നോക്കാം. ഇതിലിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലിലേക്ക് ആഡ് ചെയ്യുക, മറ്റ് ലിക്വിഡിറ്റി ടൈപ്പിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ബൈയിങ് ഒന്ന് സ്ട്രോങ് ആവുന്നുണ്ട്, ഇവിടെ നിന്ന് വീണ്ടും സെല്ലേഴ്സ് തന്നെയാണ് സ്ട്രോങ് ആയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രൈസ് നോക്കുകയാണെങ്കിലും 24,500 ആ ഒരു പോയിന്റിന് ഡൗൺ സൈഡിലാണ്, 24,500ൻ്റെ താഴെയാണ് പ്രൈസ് നിൽക്കുന്നതും. ഇപ്പോൾ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 24,450 ആ ഒരു പോയിന്റിലാണ്. അപ്പോൾ കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാകുന്ന എവിടെയായിരിക്കും, ഈ ഒരു മുകളിലേക്കായിരിക്കും. കാരണം ഈ ഒരു റൗണ്ട് നമ്പർ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ആ ഒരു പോയിന്റിലേക്ക് എത്തില്ല, ബ്രേക്ക് ഔട്ടൊക്കെ നടന്നു എന്നുള്ള രീതിയിൽ. ഇപ്പോൾ 24,500 ആ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് നല്ലൊരു ബ്രേക്ക് ഔട്ടും ഡൗൺ സൈഡിലേക്ക് നടന്നത്. മെയിൻ ലിക്വിഡിറ്റി ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നപ്പോൾ മുകളിലല്ലേ.
ഇപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് ആ ഒരു പോയിന്റിലേക്ക് വീണ്ടും ഷാർപ്പായിട്ട് പോയെന്ന് നോക്കി. ഇവിടെ നിന്നാണെങ്കിൽ ആ സിംഗിൾ ക്യാൻ ലിക്വിഡിറ്റിനെ ട്രാപ്പ് ആക്കിയതിന് ശേഷമാണ് മൂവ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ നോക്കേണ്ട കാര്യം, ഈ ഒരു ഹൈന് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു. എന്നിരുന്നാൽ പോലും ഇവിടെ നിന്ന് വന്ന സെല്ലിംഗ് ക്യാനിലെല്ലാം വളരെയധികം വീക്കാണ്. കാരണം ഈ സെല്ലിംഗ് ക്യാനിലേക്കാളും സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു ബൈയിങ് ക്യാനിൽ ഇവിടെ ക്ലോസ് ചെയ്തേക്കുന്നത്. നമ്മൾ മൊമെൻറ്റത്തിലാണല്ലോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതേ രീതി നോക്കുകയാണെങ്കിൽ ഈ ഒരു സിംഗിൾ ക്യാൻഡിലുള്ളിലാണ് ഇത്രയും ക്യാൻഡിൽസ് ഇവിടെ നിന്നത്. അപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്തവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ചെയ്ത പോയിന്റിലായിരിക്കും ഡൗൺ സൈഡിലാണ് ഉണ്ടാവുക. കാരണം മാർക്കറ്റ് ഇവിടുന്ന് ഒരു സ്ട്രോങ് ക്യാൻഡിലായിരുന്നു. മാർക്കറ്റ് 24,500 തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ മുകളിലോട്ട് പോകുന്നുള്ള വ്യൂവിൽ ബൈ ചെയ്തവരുടെ എല്ലാം എസ്സിൽ ഡൗൺ സൈഡ് ആയിരിക്കും. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റിക്ക് ഒരു എക്സാമ്പിൾ അല്ലേ. ഇപ്പോൾ ഹൈ ഫ്രീക്വൻസി ട്രേഡ് സെറ്റപ്പ് ആ ഒരു രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവർ വെറും സെക്കൻഡുകൾ കൊണ്ടായിരിക്കും ഹ്യൂജ് ഓർഡറൊക്കെ മാർക്കറ്റിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹ്യൂജ് മണി പമ്പിങ് നടക്കണമെങ്കിൽ അവിടെ ഒരു ലിക്വിഡിറ്റി വേണം. ഇവർക്ക് ഇത്രയും ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവണമെങ്കിൽ മാർക്കറ്റിൽ എന്തായാലും ലിക്വിഡിറ്റി വേണ്ടേ. അപ്പോൾ അതേപോലെ നോക്കുകയാണെങ്കിൽ ഇതൊരു കറക്റ്റായിട്ടുള്ള ലിക്വിഡിറ്റി ട്രാപ്പാന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. ഒരു സിംഗിൾ ക്യാൻഡിൽ, ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ നിന്നാണെങ്കിൽ വന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നല്ലൊരു സെല്ലിംഗ് എന്ന രീതിയിൽ കാണിച്ചതിന് ശേഷം നല്ലൊരു ഇംബാലൻസ് തന്നെയാണ് അപ്സൈഡിലേക്കും നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇതേ കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രാറ്റജിയിലേക്ക് എങ്ങനെ കണക്ട് ചെയ്തെടുക്കുക എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി ടൈപ്പിനെ പറ്റി എല്ലാവർക്കും ഒന്നും മനസ്സിലായിട്ടില്ലേ. ഇതിപ്പോൾ ഹയർ ടൈം ഫ്രെയിമിലായിക്കോട്ടെ, ഹയർ ടൈം ഫ്രെയിമിൽ അത്രത്തോളം ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു 3 മിനിറ്റിലോ 1 മിനിറ്റിലാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. കാരണം 1 മിനിറ്റിലൊരു കൺഫർമേഷൻ എന്ന രീതിയിലേക്കാണ് ഈ ഒരു ക്യാൻഡിൽ ടൈപ്പിനെ പറ്റി ഞാൻ നോക്കാറുള്ളത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ ഇതിലൊരു ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി ഉണ്ട്, ഒരു ഈക്വൽ ലോസ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ലിക്വിഡിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിതിന് മുന്നേ പഠിച്ച പോലെ ഒരു ഹ്യൂജ് ഇമ്പൾസീവ് മൂവ് അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആവുന്നു. അതിനുള്ളിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഒരു പോയിന്റിലുണ്ട്. ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയും അതുപോലെ തന്നെ ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ഹൈയും, അത് രണ്ടിൻ്റെ ഉള്ളിൽ ഒരു ഇംബാലൻസ് ഇവിടെ ഉണ്ട്. അതേപോലെ മാർക്കറ്റ് ഈ ഒരു ഇംബാലൻസിന് ഇവിടെ എടുത്തിട്ടില്ല. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റിയാണ് ഇത്, ഈക്വൽ ലോസ്. അപ്പോൾ അതേപോലത്തെ ഒരു ലിക്വിഡിറ്റിയെ പറ്റി നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് വന്നപ്പോൾ നന്നായിട്ട് റിവേഴ്സ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ടൈപ്പ് എങ്ങനെയാണ് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കറക്റ്റായിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇവിടെ നിന്നും ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്തപ്പോഴത്തേക്കും എന്താ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ നോക്കി. ഇവിടെയാണെങ്കിലും ഒരു സിംഗിൾ ക്യാൻഡിൽ ലിക്വിഡിറ്റി. ഇപ്പോൾ ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ നോക്കി, ഈ ഒരു സിംഗിൾ ക്യാൻഡിലിൻ്റെ ഹൈ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലോയും ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ തന്നെ 1, 2, 3, 4 ക്യാൻഡിൽസ് അവിടെ തന്നെ ഉണ്ട്. മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റിയിലെ ട്രാപ്പാക്കിയതിന് ശേഷം അപ്സൈഡിലേക്ക് നല്ലൊരു ബിൽഡപ്പ് വീണ്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലാണെങ്കിലും ലിക്വിഡിറ്റി എത്രത്തോളം എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇവിടെ നിന്ന് കണക്റ്റ് ആവുന്നില്ലേ. ഇപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഒരു എക്സ്ട്രാ കൺഫർമേഷൻ എന്ന രീതിയിൽ ഈ ഒരു കാര്യങ്ങളും ആഡ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഫസ്റ്റ് ഈ ഒരു പോയിന്റിലെല്ലാം വന്ന് എൻ്റർ ചെയ്ത വീക്കായിട്ടുള്ള ബൈയേഴ്സിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് ആക്കിയതിന് ശേഷം നല്ലൊരു പുഷ് അപ്പ് സൈഡിലേക്ക് മാർക്കറ്റ് പോയേക്കെന്നാണെങ്കിലും ആ ഒരു നെക്സ്റ്റ് ലിക്വിഡിറ്റി ഏരിയ നോക്കിയിട്ടാണ് മാർക്കറ്റ് പോയേക്കാൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി, ഒരു ഹയർ ടൈം ഫ്രെയിമിലൊക്കെ നോക്കിയാൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഇവിടെ കാണാം. മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഇറങ്ങി നെക്സ്റ്റ് ലിക്വിഡിറ്റി നോക്കിയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് വീണ്ടും കയറി ആ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം വീണ്ടും ഡൗൺ സൈഡിലേക്ക് പുഷ് ചെയ്യാൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ലിക്വിഡിറ്റി ടൈപ്പിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഇതിപ്പോൾ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ഡൗൺ സൈഡിലേക്കാണെങ്കിലും അപ്പ് സൈഡിലേക്കാണെങ്കിലും മൂവ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു ലിക്വിഡിറ്റി എടുക്കും. മാർക്കറ്റ് കൂടുതലായിട്ട് ഇത് കാണാനായിട്ട് പറ്റുന്നത്, ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലായിരുന്നു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡൗൺ ട്രെൻഡിലേക്ക് വീണ്ടും മൂവ് ചെയ്യാനുള്ള ഒരു ലിക്വിഡിറ്റി അപ്പ് സൈഡിൽ നിന്ന് എടുത്ത് ട്രാപ്പാക്കിയതിന് ശേഷമായിരിക്കും നല്ലൊരു മൊമെൻറ്റം ഡൗൺ സൈഡിലേക്ക് തരുന്നത്. അതേപോലെ അപ്പ് സൈഡിലേക്ക് പോകുന്ന മാർക്കറ്റ് ആണെങ്കിൽ ഈ ഡൗൺ സൈഡിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച് വെക്കുന്ന ലിക്വിഡിറ്റി ഉണ്ടല്ലോ, ഇത് ട്രാപ്പാക്കിയതിന് ശേഷമായിരിക്കും എപ്പോഴും അപ്പ് സൈഡിലേക്ക് നല്ലൊരു പുഷ് നമുക്ക് തരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളിവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഡൗൺ സൈഡിലേക്കായിരുന്നപ്പോൾ അപ്പ് സൈഡിലെ ലിക്വിഡിറ്റി ഇവിടെ നിന്നും ട്രാപ്പാക്കുന്നുണ്ട്. ഈ ഒരു സിംഗിൾ ക്യാൻഡിലാണെങ്കിൽ ലിക്വിഡിറ്റി ട്രാപ്പാക്കിയതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് നല്ലൊരു മൊമെൻറ്റം തന്നു. അതേപോലെ അതിന് നേരെ ഓപ്പോസിറ്റ് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പുഷ് ചെയ്യണം എന്നുള്ളപ്പോൾ ഇവിടുന്ന് എല്ലാവരും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം അപ്പ് സൈഡിലേക്ക് നല്ലൊരു മൊമെൻറ്റം തന്നു. എഗെയിൻ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് ഇറങ്ങി. മാർക്കറ്റ് ഇവിടുന്ന് ബുള്ളിഷിലേക്ക് ഒരു മൊമെൻറ്റം നമുക്ക് കണ്ടല്ലോ, ബുള്ളിഷിലേക്കൊരു ട്രെൻഡിന് നമുക്കൊരു കൺഫർമേഷൻ അവിടെ തന്നിട്ടുണ്ട്. അതിനുശേഷം നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആ രീതിയിലൊക്കെ നോക്കാം. അതേപോലെ ഇവിടെ നിന്നാണെങ്കിൽ ഒരു സിംഗിൾ ക്യാൻഡിൽ ലിക്വിഡിറ്റി, ആ ഒരു സിംഗിൾ ക്യാൻഡിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ലിക്വിഡിറ്റിയും ട്രാപ്പാക്കിയതിന് ശേഷമാണ് നെക്സ്റ്റ് ഒരു ബിൽഡപ്പും തന്നത്. ഈ ഒരു 3 ചാർട്ടിലേക്ക് നോക്കിയാലും 3 പോയിന്റിലും ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് നടന്നതിന് ശേഷം നമുക്ക് നല്ലൊരു ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു ഇമ്പൾസീവ് മൂവ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നുണ്ട് ഇല്ലേ. ഇതേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ 1 മിനിറ്റിലാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ 3 മിനിറ്റിലേക്ക് ജസ്റ്റ് 3 മിനിറ്റിലേക്ക് നോക്കിയാൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ.
ഇപ്പോൾ 3 മിനിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ മാർക്കറ്റ് 24,500 ആ ഒരു പോയിന്റിൽ ലിക്വിഡിറ്റി മൊത്തം ട്രാപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനും 24,500 ആ ഒരു പോയിന്റിന് മുകളിലേക്ക് വീണ്ടും ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നാണെങ്കിലും ഒരു ലിക്വിഡിറ്റി ട്രാപ്പ്. ഇപ്പോൾ നോക്കി ഒരു ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ഈ ഒരു പോയിന്റ് റെസിസ്റ്റൻസ് ആയിരുന്നു, ബ്രേക്ക് ഔട്ട് നടത്തി റീടെസ്റ്റ് കിട്ടി. അതിനുശേഷം ഈ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റീടെസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, ഇതിന് മേലെ ഈ ഒരു ക്യാൻഡിൽ സിംഗിൾ ക്യാൻഡിൽ ഇതിന് മുകളിലെല്ലാം ലിക്വിഡിറ്റി ഉണ്ടാവും. മാർക്കറ്റ് വീണ്ടും മുകളിലോട്ടാണ് പോകുന്നതെന്നുള്ള ലിക്വിഡിറ്റി ഉണ്ടാവും, സെല്ല് ചെയ്തവർ ലിക്വിഡിറ്റി ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വീക്കായിട്ട് ഉള്ള സെല്ലേഴ്സ് ഉണ്ടല്ലോ, ഇവിടെ നിന്നൊക്കെ സെല്ല് ചെയ്ത് കൂട്ടിയവരുടെ ലിക്വിഡിറ്റി മുകളിലായിരിക്കും. മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നല്ലൊരു ഇംബാലൻസ് തന്നെ ഡൗൺ സൈഡിലേക്ക്, നല്ല ഹ്യൂജ് സെല്ലിങ്. ഇപ്പോൾ ഹൈ ഫ്രീക്വൻസി ട്രേഡിലൊക്കെ നോക്കുവാണെങ്കിൽ ഇവർ വെറും ഒരു സെക്കൻഡുകൾ കൊണ്ടായിരിക്കും ഇത്രയും വലിയ ഓർഡേഴ്സൊക്കെ മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലിക്വിഡിറ്റി വേണം. ഇത്രയും വലിയ ഓർഡറൊക്കെ ഒറ്റയടിക്ക് ഒന്ന് എക്സിക്യൂട്ട് ആവണമെങ്കിൽ ലിക്വിഡിറ്റി എന്തായാലും വേണ്ടതല്ലേ. മറ്റുള്ളവരുടെ ഓർഡേഴ്സ് അവിടെ ഉണ്ടെങ്കിലല്ലേ ഇവരുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. അപ്പോൾ ഇതുപോലെ ലിക്വിഡിറ്റി ട്രാപ്പ് നോക്കിയിട്ടായിരിക്കും ഇതുപോലത്തെ കൂടുതൽ മൂവ് ഉണ്ടാകുക. അല്ലെ ഹ്യൂജ് വലിയ മൂവ്മെൻറ്റ് നടക്കുന്നതിന് മുന്നേ അല്ല, അപ്പം എപ്പോഴും നമുക്ക് ചെറിയ ലിക്വിഡിറ്റി ട്രാപ്സ് ഇതുപോലെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളവർ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനും ശ്രമിക്കുക. മറ്റ് ലിക്വിഡിറ്റി ടൈപ്സിനെ പറ്റിയെല്ലാം നമുക്ക് നെക്സ്റ്റ് വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു എക്സാമ്പിൾ ഈ ഒരു പോയിൻ്റാണ്. ഈ ഒരു കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചതിന് ശേഷം നിങ്ങൾ നേരെ ചാർട്ടിലേക്ക് നാളെ മുതൽ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ ചാർട്ടിലേക്ക് ഈ കാര്യങ്ങളൊന്ന് നോക്കുക. സിംഗിൾ ക്യാൻഡിൽ ലിക്വിഡിറ്റി എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് നടക്കുന്നത്, ഈ ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് നടന്നതിന് ശേഷം മാർക്കറ്റിൽ നല്ലൊരു മൊമെൻറ്റം കാണാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. ഇതൊരു എക്സ്ട്രാ കൺഫർമേഷൻ, ഒരു ലിക്വിഡിറ്റി എന്ന രീതിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞു പോയത്. ഇനിയിപ്പോൾ ഇത് ഓർഡർ ബ്ലോക്ക് ആ രീതിയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യണം എന്നുള്ളതും ഒരു ലിക്വിഡിറ്റി കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇതിന് നമുക്ക് എങ്ങനെ ഒരു ട്രേഡ് സെറ്റപ്പായി മാറ്റാമെന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പോവാം.